രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി. അഭിഭാഷകനായി ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതി നൽകിയത്. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ നൽകിയാണ് പരാതി നൽകിയത്. മുഹമ്മദ് മുസ്തഫ വിശദാംശം നൽകും. മുസ്തഫ, ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ പരാതിക്കാരിയുടെ നേരിട്ട് ബന്ധമുള്ള ആരെങ്കിലുമാണോ ഈ അഭിഭാഷകൻ? പരാതി എങ്ങനെ കാണാം? നിലവിൽ ടെലിവിഷൻ ചാനലുകളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ്, ഇപ്പോൾ നമ്മൾ ഈ കേട്ട ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും ഈ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ, ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അങ്ങനെ ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി ഗൗരവമുള്ള വിഷയമാണ്. ആ രൂപത്തിൽ വേണം അന്വേഷണം നടത്താൻ എന്നതുൾപ്പെടെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നു. ഒപ്പം തന്നെ ബാലാവകാശ സംരക്ഷണ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മാത്രമല്ല, ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി, ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു MLA, നിയമസഭാ സാമാജികനാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കൃത്യമായി ഒരു അന്വേഷണം നടത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മയുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും ഗുരുതര ഭീഷണിയുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ അത് വളരെ വിശദമായി തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ഈ പരാതിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മുൻപുള്ള IPC നിയമപ്രകാരം 89 ആണെങ്കിലും ഇപ്പോൾ പുതിയുള്ള BNSന്റെ സ്വഭാവത്തിലേക്ക് വന്നാൽ BNSന്റെ 94-ാം വകുപ്പ് പ്രകാരവും ഇത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. പോലീസിന് ഒരു വാറണ്ട് പോലും ഇല്ലാതെ അന്വേഷിക്കാവുന്ന രീതിയിലേക്ക് കോഗ്നിസബിളായി ഒരു ഒഫൻസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സാധ്യതയുള്ള, നിയമപരമായ അത്തരത്തിലുള്ള ഒരു സാധ്യതയുള്ള, പരമാവധി ഏറ്റവും ചുരുങ്ങിയത് 10 വർഷത്തോളമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഒരു സെഷൻസ് കോടതിയിലാണ് അതിന്റെ പരാതിക്കാരിയല്ല നേരിട്ട് പരാതി നൽകിയത് എന്നതാണ് കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്തൊരു നടപടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും. അത്തരത്തിൽ ഈ കേസുമായി പൂർണ്ണമായും പരാതിക്കാരി സഹകരിക്കും എന്ന് ഈ അഭിഭാഷകൻ പറയുന്നുണ്ടോ? അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആദ്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഈ ഓഡിയോയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തണം. അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കൃത്യമായി തന്നെ ഇപ്പോൾ ഒരു FIS എങ്കിലും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം. കാര്യം ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ പുറത്തു വന്ന സംഭാഷണത്തിൽ ഒരു നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ സംഭാഷണം വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത് കുറെ കൂടി ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഈ സംഭവം നടന്നിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഈ ഓഡിയോയുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം. എന്നിട്ട് ഇതാരാണ്, അതിജീവിത ആരാണ്, അല്ലെങ്കിൽ ഈ സംഭവം നടന്നത്, പ്രത്യേകിച്ച് അതിൽ പരാതിക്കകത്ത് പറയുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതനല്ല എന്നാണ് പുറത്ത് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു പീഡനത്തിന്റെ സ്വഭാവത്തിലേക്ക് വരെ പോകും. അതിന്റെ മറ്റു നിയമവശങ്ങൾ പിന്നീടാണ് പരിശോധിക്കേണ്ടത്. മാത്രമല്ല, പോലീസിന് മുമ്പിൽ ആദ്യമായി ഈ ശബ്ദ സന്ദേശത്തിന്റെ ക്രെഡിബിലിറ്റി അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ആളെ കണ്ടെത്തണം. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് സൈഫ് സൂചിപ്പിച്ചതുപോലെ അവരുടെ മൊഴിയെടുക്കണം. മാത്രമല്ല, ഈ സംഭവം നടന്നത് എന്നാണ്, അതിനുശേഷം ഇപ്പോഴും അവർ ആ രൂപത്തിൽ തന്നെയാണോ, അതല്ല ഈ സംഭവം കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് അന്വേഷണം പോകണം. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പിന്നീട് ക്രൈം രജിസ്റ്റർ ചെയ്ത് അവരുടെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ പോലീസിന് ഈ രൂപത്തിൽ തന്നെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് സ്വമേധയാ ഇങ്ങനെ ഒരു സമ്മതമില്ലാത്തതിന്റെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ഒരു ഗർഭഛിദ്രം നടന്നിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർബന്ധിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ശബ്ദ സന്ദേശമാണ്. ആ രൂപത്തിൽ തന്നെ സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് എന്തായാലും അത്തരം ഒരു നടപടിയിലേക്ക് പോകുക. പക്ഷേ പ്രാഥമികമായ ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്നൊരു കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ശബ്ദ സന്ദേശത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി പോലീസ് പ്രാഥമികമായി പരിശോധിക്കേണ്ടി വരും. സൈഫുദ്ദീൻ.